ഉണ്ണി, നീ ആരാ? ഞാൻ സൂതപുത്രനായ കർണൻ. സൂതപുത്രനോ? ഏതു സൂതൻ്റെ? ചമ്പാപുരിയിലെ അതിരഥൻ്റെയോ? അതെ. അങ്ങ്? ഉത്കണ്ഠയോടെ ഞാൻ ചോദിച്ചു. ഞാൻ ഭീഷ്മരാണ്. അദ്ദേഹത്തിൻ്റെ താടിരോമം കാറ്റിൽ ആടിക്കളിച്ചു. ഭീഷ്മർ, കൗരവപാണ്ഡവരുടെ ആരാധ്യൻ, ഗംഗാപുത്രനായ ഭീഷ്മർ, കുരുവംശക്ഷേത്രത്തിലെ താഴികക്കുടം, യോദ്ധാക്കളുടെ രാജ്യത്തെ ധ്വജമായ ഭീഷ്മർ. എൻ്റെ മനസ്സ് നിമിഷ നേരത്തേക്ക് വിമൂഢമായി. കുരുവംശത്തിൻ്റെ യഥാർത്ഥ വീര്യം എനിക്ക് അഭിമുഖമായി നിൽക്കുന്നു. ഒരു വടവൃക്ഷത്തിൻ്റെ മുമ്പിൽ തൃണശകുലം പോലെ ഞാൻ നിലകൊണ്ടു. ഉടൻ ഞാൻ അദ്ദേഹത്തെ താണു വണങ്ങി. അദ്ദേഹം എന്നെ പിടിച്ചുയർത്തി. അത്യന്തം മൃദുല സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, നീ ധ്യാനത്തിലായിരുന്നു. ഞാൻ നിന്നെ ഉണർത്തി. നിനക്കതിൽ ക്ഷോഭമില്ലല്ലോ? ഇല്ല, ഞാൻ പറഞ്ഞു. ഉണ്ണി, സത്യത്തിൽ നിന്നെ ഉണർത്താതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അത്ഭുതപൂർവ്വം അദ്ദേഹത്തെ നോക്കി. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു,